അനിസ് ഫുഡ് ടെക് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ എൻ്റെ കയ്യിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് ഇന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന്. അതെ, നമ്മുടെ ഒരു കോഴിക്കാൽ തന്നെ ചിക്കൻ കൊണ്ടുള്ള ഒരു അതിമനോഹരമായ ക്രിസ്പി ആയിട്ടുള്ള ഫ്രൈ ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പോർഷനാണ് നമ്മൾ എടുക്കുന്നത്. ഇത്രയും ഒരു കാലിൻ്റെ ഭാഗവും അതിൻ്റെ കുറച്ച് ഒരു തുടയുടെ ഭാഗവും ചേർത്തിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ എടുക്കുന്നത് ഫ്രൈ ആക്കി എടുക്കാൻ. അപ്പോൾ ഇതെങ്ങനെ ഫ്രൈ ആക്കി എടുക്കാമെന്ന് നമുക്ക് കാണിച്ചു തരാം. അതിനുള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവുകയാണ്. അതിലോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കാണിച്ചു തരാം. ആദ്യം കുറച്ച് ഉപ്പെടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ്, കുറച്ച് കാശ്മീരി മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ജീരകപ്പൊടി, അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. എപ്പോഴും ഇത് ചെയ്യുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കിയിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. കാരണം അതിൽ തീരെ തരി ഉണ്ടാവാൻ പാടില്ല. അത് അരച്ചെടുക്കുമ്പോൾ നല്ലവണ്ണം അരച്ചെടുക്കണം. അതിൽ കുറച്ച് തരി ബാക്കിയായിട്ടുണ്ടെങ്കിൽ കാരണം എന്താ വെച്ചാൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ലവണ്ണം അരച്ച് നല്ല സ്മൂത്ത് ആയിട്ടുണ്ടാവണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് കാണാം. ആദ്യം നമുക്കിതൊന്ന് മസാല പുരട്ടി ഒരു 3 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അതിനുശേഷം നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നിങ്ങൾക്ക് ഈ മസാലകളൊക്കെ കാണാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി ഇനി ഒന്ന് മിക്സ് ചെയ്യുകയാണ്. ഇവിടെ നിന്ന് ഉപ്പ് ഇങ്ങോട്ടേക്ക് എടുത്തു, ഇവിടെ നിന്ന് മഞ്ഞൾപ്പൊടി പോരട്ടെ, മുളക് പൊടി പോരട്ടെ, കാശ്മീരി മുളക് പൊടി, നമ്മുടെ ജീരകപ്പൊടി എല്ലാം ചേർത്തൊന്ന് നല്ലവണ്ണം ഒന്ന് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുകയാണ്. ഒരു തുള്ളി വെള്ളം കൂടി ഞാൻ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാ ഈ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഒരു തുള്ളി, ഒരു സ്പൂൺ വെള്ളം മാത്രം മതിയാവും. ഇത്രയും വെള്ളം ചേർത്തിട്ടുണ്ട്. ആ ഒരു തരത്തിൽ ഇപ്പോൾ ഈ ഒരു ടൈപ്പിൽ നമുക്ക് ഇതിനെ ആക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കനിലോട്ട് നല്ലവണ്ണം ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. നല്ലവണ്ണം ഒന്ന് കൈകൊണ്ട് തേച്ച് പിടിപ്പിച്ചു. കൈകൊണ്ട് തേച്ച് പിടിപ്പിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാ വശത്തും ഒരേപോലെ ആയി കിട്ടും. ഇല്ലെങ്കിൽ ഒരു വശത്ത് കൂടുതലോ ബാക്കി സൈഡിൽ കുറവ് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവും ഉപ്പൊക്കെ ചിലവർക്ക് കൂടുതലും കുറവൊക്കെ വേണ്ടി വരും. അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് മാറ്റം വരുത്താവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ കുറച്ച് എരിവ് കൂടുതൽ ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുളക് പൊടിയും ഈ കുരുമുളക് പൊടിയൊക്കെ അധികം എടുത്തത്. അപ്പോൾ നിങ്ങൾക്കും ആ ഒരു ഇതിൽ തന്നെ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്കും എടുക്കാവുന്നതാണ്. എനിക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും നല്ലവണ്ണം അരച്ച് വെച്ചിട്ടുള്ള മുളകൊക്കെ നമ്മൾ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ്റെ കാലാണിത്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇത് നമുക്കൊരു 3-4 മണിക്കൂർ ഇതേ രീതിയിൽ തന്നെ വെക്കാം. അപ്പോൾ അതിനുശേഷം നമുക്കിതിനെടുത്ത് ഫ്രൈ ചെയ്യാം. ഓക്കെ, ഫ്രിഡ്ജിലേക്ക് വെക്കാം. A few moments later. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയുള്ള ചിക്കൻ ലെഗ് ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ കാര്യങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 3-4 മണിക്കൂർ നമ്മൾ എരിവും ഉപ്പും മഞ്ഞളൊക്കെ പുരട്ടി നല്ല ചുവപ്പിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ് ഈ കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഇത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നത് എനിക്കൊക്കെ. അപ്പോൾ എന്താണ്, ഇതിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതായത് കുറച്ച് എണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് നമ്മുടെ ഈ കാണുന്ന ഇൻഡക്ഷൻ കുക്കർ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ഒന്ന് പോകുന്നത് വരെ നമുക്കൊന്ന് ഇതിനെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിൽ നിന്നും കുറച്ച് എണ്ണ നല്ലവണ്ണം ഒന്ന് ആക്കി വെക്കുന്നുണ്ട്. സൈഡിലോട്ടൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് നല്ല ചൂടായി വരുന്നുണ്ട്. നമുക്കതുകൊണ്ട് ഇനി ഇതിലോട്ടേക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്കിതാ ഇവനെ ഒന്ന് തുടച്ചെടുത്തിട്ട് നല്ല മസാലയൊക്കെ തുടച്ചെടുത്തിട്ട് ഇതിലോട്ടേക്ക് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം. പതുക്കെ ചെറു തീയിലത് ഫ്രൈ ആയിട്ട് വരട്ടെ. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും നല്ല മൊരിഞ്ഞ് വരുന്നുണ്ട് ഓരോരോ ഭാഗമായിട്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം മൊരിഞ്ഞ് വരുന്നുണ്ട്. ഇപ്പോൾ അടുത്ത ഭാഗം നമുക്ക് നോക്കണം. നല്ല മുരുമുരുത്ത് നല്ല ചിക്കൻ ഫ്രൈ റെഡി ആയിട്ട് വന്നിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല സാധാരണ ഇതിൽ വെച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. എണ്ണയൊന്നും കൂടുതലാക്കാതെ സാധാരണ ഇതിൽ വെച്ചിട്ട് നല്ല മുരുമുരുത്ത് ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഞാൻ നല്ല പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഞാനിതിന് കുറച്ച് ഉള്ളി എടുത്തിട്ട് ഞാൻ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കും. ഇതിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കും. ബാക്കി ഈ ഉള്ളി ഇതിൽ മിക്സ് ചെയ്തിട്ടൊന്നും ഈ അരവും കാര്യങ്ങളൊന്നും വേസ്റ്റായി പോകില്ല. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇത് മാത്രം കൂട്ടിയിട്ട് നിങ്ങൾക്ക് ചോറായാലോ അല്ലെങ്കിൽ നെയ്ച്ചോറോ ചപ്പാത്തിയോ പൊറോട്ടയോ തിന്നാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിനി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. സൂപ്പർ സാധനം. ഇത് നമ്മുടെ ആരൂട്ടി കൊണ്ടു തന്ന ഡെക്കറേഷന് വേണ്ടി ആരൂട്ടി കൊണ്ടു തന്ന ഒരു സ്പെഷ്യൽ സാധനമാണ്. അതും നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. കാണാൻ പറ്റും നല്ല വായിൽ വെള്ളം വരുന്ന നല്ല പൊരിച്ചെടുത്ത നല്ല ഷാലോ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഫ്രൈ ആണിത്. ഒരു കാലും ഒരു തൊടുകയും അങ്ങനെ ഉണ്ട്. അപ്പോൾ
കണ്ടിട്ട് തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. ഇത് നിങ്ങൾ ഈ ഒരു ഐറ്റം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ചെറുങ്ങനെ ടേസ്റ്റ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഇതാ ചെറുതായിട്ടൊന്ന് ഇവിടെ ഒന്ന് നാരങ്ങ വീഴുന്നുണ്ട്. ചെറുതായിട്ട് ഒരു ഉള്ളി ചെറിയൊരു പീസ് ഞാൻ എടുത്ത് കഴിച്ചു നോക്കുമെന്ന്. ഉള്ളിയോടുകൂടി കാണാൻ പറ്റും. കലക്കി. ഞാൻ നിങ്ങളെ കൂടുതൽ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. കാരണം ഈ ചിക്കൻ ഫ്രൈ തിന്നാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചിക്കൻ ഫ്രൈയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് എല്ലാം നിങ്ങളുടെ ഇൻബോക്സിൽ എത്തിച്ചേരുന്നതാണ്. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് വിസിറ്റ് ചെയ്യുക. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, എനിക്ക് ഉറപ്പാണ് 100%. അപ്പോൾ നമുക്ക് അടുത്ത് തന്നെ കാണാം പുതിയ വീഡിയോയുമായി. ബൈ.